ഓക്കെ, താങ്ക് യു. ഏകദേശം ഒരു 10 മിനിറ്റോളായി, 10 അരമണിക്കൂറായില്ല, 2 റൗണ്ട് അടിച്ചാൽ ഞങ്ങൾ. പിന്നെ ഏതാ ഇവിടെ നിന്നുള്ള ബോട്ടിങ് കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മളെ ഇൻഫർമേഷൻ സെൻറ്റർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ. ഇതിൻ്റെ പാക്കിന് കീഴിൽ നമ്മൾ പോണത്. ഇതാണ് അതിൻ്റെ പാക്കിങ് ഡീറ്റെയിൽസും കാര്യമൊക്കെ ഉണ്ട്. കായൽ ഭംഗി ആസ്വദിച്ച് KSINസിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസും പാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീ സ്നാക്സ്, പിന്നെ ലഞ്ച്, പിന്നെ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ. ഇത് മാത്രമല്ല ഇതിൻ്റെ വേറെയും കുറേ പാക്കും കാര്യങ്ങളൊക്കെ അവരുണ്ട്. 550ൻ്റെ പാക്ക് ഉണ്ട്, 999ൻ്റെ പാക്ക് ഉണ്ട്, 100,999 പാക്കും ഉണ്ട് കേട്ടോ. പിന്നെ അതാ വേറെ ഉണ്ട് 100,999, 499. അപ്പോൾ നിങ്ങൾ ഇരാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഓക്കെ, പിന്നെ ഇതാണ് നമ്മളെ ഇന്ന് പോകാനുള്ള ഷിപ്പ്, ഈ പച്ച. അപ്പോൾ ഇത് നമ്മുടെ ടീംസ് ഇവരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ സബ്സ്ക്രൈബ് ചെയ്യണോ? അപ്പോൾ ഇതാണ് നമ്മൾ. ഓക്കെ, ഇതാണ് നമ്മൾ പച്ച ബോട്ട്. ഇവരൊക്കെ നമ്മളെ കൂടുതൽ കേട്ടോ. പിന്നെ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തണല്ലോ, നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് 2 ട്രിപ്പ് നമ്മളെ കൂടുതൽ ഷംസൊക്കെയാണ്. ആ ഓടിയെത്തുന്ന ഒരു രൂപം, ഒരു ഹൈടെക് സിറ്റിയുടെ ഒരു രൂപം ഓടിയെത്താറുണ്ട്. ഇവിടെ ഈ കൊച്ചി എന്ന് പറയുമ്പോൾ കുറേയേറെ സ്ഥലങ്ങൾ, നമ്മുടെ വല്ലാർപാടവും വൈപ്പിനും മട്ടാഞ്ചേരിയും വലിയ ഒരു വാക്കിംഗ് വേ ആണ് മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിന്റെ പേരിലാണ് ആ ഒരു വാക്കിംഗ് വേ അറിയപ്പെടുന്നത്. അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം വേറെ നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ മറൈൻ ഡ്രൈവ് വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ചിലിന വലയുടെ ആകൃതിയിൽ ഒരു പാലവും കൂടിയുണ്ട്. അപ്പൊ അങ്ങനെ 3 വ്യത്യസ്തമായിട്ടുള്ള പാലങ്ങൾ കൊണ്ട് നിർമ്മിതമായ കേരളത്തിലെ ഏറ്റവും വലിയൊരു വാക്കിംഗ് വേ ആണ് മറൈൻ ഡ്രൈവ്. മറൈൻ ഡ്രൈവിനെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്ന് ചുംബന സമരമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ളതല്ല, വ്യത്യസ്തമായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വാക്കിംഗ് വേ ആണ്. ഇന്ത്യയിൽ ആകെ 2 മറൈൻ ഡ്രൈവുകളാണുള്ളത്, അറിയാലോ അല്ലേ? ഒന്ന് എവിടെയാണ്? മുംബൈയിൽ. അപ്പൊ രണ്ടാമത്തെ എവിടെയാണ്? അതാണ് 2 മറൈൻ ഡ്രൈവുകളാണ്. മുംബൈയിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന മറൈൻ ഡ്രൈവ്, ഇത് കായലിനോട് ചേർന്ന്. ഇതികൾക്ക് ഇതിലൂടെ പെർമിഷൻ അനുവദിക്കാറില്ല. ഇത് കേരള സർക്കാരിന്റെ KSINCയുടെ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു എന്ന് പറയുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ കപ്പൽ നിർമ്മാണശാലയാണ്. പുതിയൊരു ഡോക്കോടി ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. അതിന്റെ പണികൾ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു കപ്പൽ നിർമ്മാണശാലയായി മാറുന്ന ഒന്നാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത്. 1974 ഇത് സ്ഥാപിതമായത്. അതിനുശേഷം നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞ വിക്രാന്ത്, അതായത് ഇന്ത്യ തദ്ദേശീയമായിട്ട് ആദ്യമായിട്ട് നിർമ്മിച്ച വിമാനവാഹിനി INS വിക്രാന്ത് എന്ന് പറയുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ തന്നെയാണ് നിർമ്മിച്ചത്. ഇവിടെ INS വിക്രാന്ത് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പൊ ഈ വിക്രാന്തും ഇതുപോലെ തന്നെ ഏകദേശം ഒരു 13 മുതൽ 17 വരെ ഇരിക്കുന്ന ഒരു വിമാനവാഹിനിയാണ് INS വിക്രാന്ത് എന്ന് പറയുന്നത്. കൊച്ചിൻ പാലാക്കരി എന്ന് പറയുന്ന സ്ഥലം, അതായത് വൈക്കം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെ കൂടുള്ള ഷിപ്പ് മീൻസ് വെസലാട്ടോ. അത് ഫുള്ള ടീം ഏകദേശം ഫുള്ളായിട്ടൊരു ടീം എടുത്തു തരാൻ കേട്ടാ. ഫുൾ അടിപൊളി വൈബാണ് എല്ലാവർക്കും തോന്നുന്നത്.
ഇങ്ങോട്ട് വരെ വാ ഇത് രണ്ടും നമ്മൾ കൂടെ വെസൽ സോറി ഗ്രീൻ നമ്മളത് ബ്ലൂ അതിന് മുന്നേ വന്നിട്ട് അവർ ആദ്യം അങ്ങോട്ട് പോയിട്ടുണ്ട് 70 മെമ്പേഴ്സുണ്ട് ടോട്ടൽ. അപ്പോൾ അവരത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രയോറിറ്റി ഉള്ളൂ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകും കേട്ടോ. അവിടെ കുറേ കാഴ്ചകളൊക്കെ കാണാണ്ട് മീൻസ് നോർമലി തന്നെ അവിടെ ചെന്ന് വെറുതെ ക്യൂ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഗ്യാങ്ങിനെ കുറച്ച് ടീംസ് അങ്ങോട്ട് പോയിക്കണം. പിന്നെ ടാഗ് തന്നിട്ടുണ്ടോ, ഇത് മസ്റ്റാണ് ഇവിടെ വന്നാൽ ഇത് വേണം, എന്നാലും ഇവിടുത്തെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ പങ്കെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഈ സാറെ കണ്ടിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്, പക്ഷേ ഇവരെ ടീമിന് നമ്മൾ കിട്ടിയില്ല. ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് നമ്മൾ ഇവർ രണ്ട് ഭയങ്കര ഫ്രണ്ട്സാണ്. ഇവർ വിളിച്ചിട്ട് ടീം ബുക്ക് ചെയ്തിട്ടാണ് ചങ്കാട് വരും. അങ്ങനെ നമ്മൾ വന്നത്, പക്ഷെ നമ്മൾ വേറെ വെസലിലായി പോയി നിർഭാഗ്യവശാൽ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ എൻജോയ് ചെയ്തിട്ട് പോകുന്ന ട്രിപ്പൊക്കെ. ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ, ഇതാണ് നമുക്ക് കയറിയൊക്കെ അതിന് മുകളിലത്തെ കാഴ്ചകളുണ്ട്. ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടുന്നതാണ് മിക്കവാറും. നോക്കാം, നല്ല വ്യൂ ആണിത്. കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ട സിലോപ്പി എന്ന് പറയുക നാട്ടിൽ ഇതിന് സിലോപ്പിനെ കുറച്ചിൽ ആ മീനാണിത്. മറ്റേ കരിമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും ആ സാധനമാണിത്. ഇത് കരിമീൻ തന്നെ ചേട്ടാ, കണ്ടില്ലേ അതിൻ്റെ കൃഷിയുണ്ട്. ഇതൊക്കെ കൃഷിയാണ്. പിന്നെ ഇവിടുത്തെ ഫ്ലോട്ടിങ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന ടൈമിൽ നമുക്ക് ഒരു സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയറി ഇരിക്കുക ഒക്കെ ചെയ്യട്ടോ, കുഴപ്പമൊന്നുമില്ല. സൂക്ഷിക്കണം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഏരിയ വരുന്നത്. കണ്ടില്ലേ, ഇത് നമ്മളെ വ്യൂ. ഇത് ഉള്ളിപ്പോൾ ഒരു വള്ളത്തിന് മേലെ ബോട്ടിൽ മേലെ നിൽക്കണത്. അതേപോലത്തെ ക്യാനില്ലേ, 30 ലിറ്ററാണ് തോന്നുന്നു നിൽക്കുകയല്ല, 50 ലിറ്ററാണ് തോന്നുന്നു. 50 ലിറ്ററോ 100 ലിറ്ററോ ഉണ്ടാവും. അതിൻ്റെ ക്യാൻ്റെ പുറത്തട്ടോ ഈ സാധനം ഫ്ലോട്ടിങ് നിൽക്കുന്നപ്പോൾ. പിന്നെ റെസ്റ്റോറൻറ്റ് ഇവിടെ വരുന്നത്, ഫുഡിങ് കാര്യങ്ങളൊക്കെ ഈ ഏരിയയിലാണ് വരുന്നത്. അല്ലേ, നമ്മൾ മുന്നേ ഒരു 70% ആൾക്കാർ 70 ആൾക്കാരുണ്ട്. അവർ ഫുഡ് കഴിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ അവിടെ ഫുഡ് കഴിക്കാനും പോകാനൊന്നും പറ്റില്ല. ഫുഡിങ് കഴിഞ്ഞതിന് ശേഷം നമുക്കുള്ള ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് അതിനനുസരിച്ച് പോവുക ചെയ്യാം, കുഴപ്പമുള്ള കാര്യമില്ല. കുറേ നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ പാലിക്കുക. വരുന്നവർ മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങനെ ഇവിടുന്ന് പിന്നെയും അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള ഓപ്ഷൻസ് കൂടി ഉണ്ട് കേട്ടോ. ബൈക്ക് ഉണ്ട് ഇവിടെ. ചെറുങ്ങനെ ഇവിടുത്തെ സ്റ്റാഫിനും കാര്യങ്ങളൊക്കെ പോകാനോ ചെറിയൊരു ഏരിയ ഉള്ളൂ. ഒരു 300-400 മീറ്റർ മീൻസ് ഒരു 500 കിലോമീറ്റർ ഉള്ളൂ. അതിൻ്റെ അപ്പുറം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഒരു ടീംസ്. പിന്നെ ചൂണ്ടലിടാനുള്ള സൗകര്യമുണ്ട്. ചൂണ്ടലായിട്ട് വരണം. ഞമ്മക്കറിയില്ല, ഞങ്ങൾക്ക് ആദ്യം അറിയില്ല അത് ചൂണ്ടലിടാനുള്ള സംഭവം ഉണ്ടെന്നുള്ളത്. അല്ല, ഞാൻ വോയിസ് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇവിടെയൊക്കെ ചൂണ്ടിലിട്ടാൽ എന്തായാലും മീനൊക്കെ സെറ്റ് ഉറപ്പാണ് കേട്ടോ. ഒരു ചൂണ്ടിലിട്ടാണ് പോകുന്നത്. വേറെ ഒരു ഫിഷിങ് ഏരിയ കേട്ടോ. ഇവിടെ നിന്ന് പോയിക്കൂടാ സംസുക്ക. വേറെ ഏരിയ കേട്ടോ, ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഇതേപോലെ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു റമ്മിൻ്റെ മീൻസ് നമ്മുടെ നാട്ടിൽ റമ്മ് എന്നതിന് പറയട്ടെ, ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല. അതിൻ്റെ പുറത്താണ് ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണത് കണ്ടാ. ഇവിടെ ഇല്ല ഒന്നും, ഇവിടെ ഇല്ല മീൻസ് ഇത് മുകളിൽ കൂടി മറച്ചേക്കണം. അവിടെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കൂടെ വന്ന ടീംസ് ഇതാ ബോട്ടിങ് നടത്തിപ്പോണി കണ്ടാ. അതുവരെ പോവാം. പിന്നെ കാഴ്ചകളൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ. അതുകൊണ്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. മീൻസ് ആ ഭാഗത്തേക്ക് നമ്മൾ കണ്ട പോലെ തന്നെ വേറെ ഒന്നുമില്ല. മീനിൻ്റെ കൃഷി തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആ ഒരു ഏരിയ ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. ഭക്ഷണം മുഖ്യമാണ്, ഭക്ഷണം ആവണുള്ളൂ. നമ്മൾ വന്ന ടീംസ് ഒരു 5 മിനിറ്റ് മുന്നേ അറിയത്തുണ്ട് നമുക്ക് ഭക്ഷണം ലേറ്റായി. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇനി ബാക്കി പരിപാടിയൊക്കെ സെറ്റ് ചെയ്യണം വിചാരിച്ചിരിക്കണം കേട്ടോ. കുറച്ചും കൂടി ആയിട്ട് ചെന്നാൽ നമുക്ക് ഇവിടെ ആയ കൂടുതലുണ്ട്. തൂമ്പുകൾ മുറിച്ച് കടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഈ തൂമ്പുകൾ എന്ന് പറഞ്ഞാൽ ഇതാവും ടാറ്റക്ക് പോയാൽ ഉണ്ടാവും. നമ്മൾ ഇവിടെ നിന്ന് ചേട്ടനാണ്, നമ്മുടെ ടീമിലുള്ള ആളാണ് മൂപ്പര്. ഒരു പഴയകാല ഏരിയ. ഇവിടെ മദ്യം നിരോധിച്ചിരിക്കണം. മദ്യം പുകയില അനുവദനീയമല്ല. ഫാം മാനേജ്മെൻറ്റ്
ഇത് നല്ല രസമുള്ളൊരു ഫ്രെയിം. ഇത് ഏതോ ഒരു സിനിമയിലൊക്കെ ഉണ്ട് തോന്നി ഈ ലൊക്കേഷൻ. വേണ്ടാ ഇവിടുന്ന് ഇനി ആ ഏരിയ വരെ ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ എത്തി ബാക്കിയൊന്ന് നോക്കട്ടെ. ഇവിടെ ലൈഫ് ജാക്കറ്റ് ധരിച്ചതിന് ശേഷം മാത്രമേ ബോട്ടിങ് ഇവിടെ നിട്ടാം. അവിടെ പിന്നെ അതേപോലെ ചൂണ്ടിൽ കൊണ്ടുപോകുമ്പോൾ കൃത്യമായി തിരിച്ചേൽപ്പിക്കണം കൂടി ബോർഡുണ്ട്. ഇവിടുന്ന് ഫാം മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ആക്റ്റീവ് മുന്നേ വന്ന ടീംസ് നമ്മുടെ കൂടെ. ഇവിടെ നിന്ന് ഏരിയ തന്നെ അങ്ങോട്ട് കിട്ടാം. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് കാര്യങ്ങൾ എല്ലാ സാധനവും അതുകൂടി ഇതിനുള്ളിൽ ഇട്ടാ. അഗസ്റ്റിൻ സാറൊക്കെ ഉള്ള ചൂണ്ടലിടലാണ്. മീൻ എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ചൂണ്ടലുണ്ടെങ്കിൽ നമുക്കും ചൂണ്ടലിടാം. ഇവരൊക്കെ അതാ ഭക്ഷണം കഴിച്ചു തുടങ്ങി. നമ്മളെത്തിയിട്ടുള്ളൂ കേട്ടോ. ചോറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയിറ്റിംഗ് ആണ്. അതാ വരുന്നുണ്ട്. ചോറ് വന്നു. ഉപ്പേരി, അച്ചാർ, മീൻ പൊരിച്ച്, മീൻ കറി, ക്യാബേജ് ഉപ്പേരി, മീൻ കറി, സാമ്പാർ. ഓക്കെ ആഞ്ചി ഓട്ടിക്കോ. ഇവിടെ രണ്ടാമത്തെ ട്രിപ്പാട്ടാ പോണേ. പേടിക്കണ്ട. ഓക്കെ ചേച്ചിയാ എങ്ങനുണ്ട്? എങ്ങനുണ്ട് യാത്ര? ഞാനിത് വന്നതല്ലേ ഇതിന്റെ സെയിം വന്ന് ചെയ്തൊക്കെ പോയത്. കണ്ടാ രണ്ടാൾ ബാക്കിൽ ഇരിക്കണം സുഖ സുന്ദരായിട്ട്. ഞങ്ങൾ രണ്ടാളെ കൊണ്ട് അധ്വാനിപ്പിക്കുക. എന്താ അവസ്ഥ? നിർത്തി ഇവർക്ക് ഇതാ മതിയല്ലോ. നമ്മളെ ടീംസ് അതാ പോണേ. ഷംസുക്ക കാലെങ്ങനെയുണ്ട് ബോട്ടിങ് കഴിഞ്ഞിട്ട്? ഷുവർ. നമ്മളെ ടീമുള്ള ഒരാൾക്ക് ഇതാ കരിമീൻ കിട്ടി കിട്ടാ. ആ അപ്പൊ വന്നില്ല. കരിമീൻ കരിമീൻ ഊട്ടി വർക്കി. താങ്ക് യു. എൻ്റെ ഉൾവശം. നിങ്ങളെ പേരെന്താണ്? രാജൻ. രാജേഷ് ചേട്ടനാണ് നമ്മൾ ഒക്കുമായിട്ട് വന്നിരിക്കണേ. ഇത് എങ്ങനെയാണ്? അതെന്താ സാധനം? സ്റ്റെയറിംഗ് തിരിക്കാനൊക്കെ ഈ ഇത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിമ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഫുള്ള്. പിന്നെ ഇത് ഓക്കെ ഓക്കെ രണ്ടും തിരിച്ചത്. പിന്നെ സ്പീഡ് മീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? RPM. പിന്നെ ഇത് വയർലെസ് കണക്ഷൻ അല്ലേ ഫോണും കാര്യങ്ങളൊക്കെ? എഞ്ചിൻ റൂം താഴത്തല്ലേ? കണക്ഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ഫ്യൂവൽ കേജാ? ഇല്ല ഇത് അതിന്റെ റബ്ബർ ഇൻഡിക്കേറ്റർ. അത് സ്റ്റിയറിംഗിന്റെ അതിൽ നോക്കിയാലേ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ CCTV ഉണ്ടല്ലേ? ഇത് എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ വരുന്നത്? ഇതേ സെയിം സാധനം തന്നെ? ഓക്കെ. ഇത് ഈ സൈഡത്തെ എഞ്ചിനും അതാ സൈഡത്തെ എഞ്ചിനും. പിന്നെ ഈ മോട്ടർ കാര്യങ്ങളൊക്കെ അത് നമ്മുടെ ആംഗിൾ ബീജില്ലേ എടുക്കാനും ഇതൊക്കെ ഇറക്കാനുള്ള പൊന്തിക്കാനും. ഓക്കെ ഓക്കെ. ഇത് ഇതല്ല വയർലെസ് കമ്മ്യൂണിക്കേഷൻ അല്ലേ മുകളിലുള്ളത്? ഓക്കെ ഓക്കെ. അപ്പോൾ അതാണ് നമ്മളെ വെസലിൻ്റെ ഉള്ളിലത്തെ കാഴ്ച. അപ്പോൾ ഈ പാലാണ് കേരളത്തിലെ ഏറ്റവും വലുപ്പം കൂടിയ പാലം. അതിൻ്റെ ലൈറ്റ് 3 ദൂരം കേട്ടോ. കൈയടികളായാലും എന്തായാലും അതാണ് അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ പോലെയുള്ള
ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ നൽകുന്ന ഈ ഒരു സ്നേഹ സമ്മാനങ്ങളെല്ലാം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സന്തോഷവും നിങ്ങൾക്ക് സന്തോഷം പകരാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നത് ചാരിതാർത്ഥ്യത്തോടെ തന്നെ ഇവിടെയുള്ള കലാകാരന്മാരും സന്തോഷിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു യാത്രയിൽ എല്ലാ അപ്പോൾ ഇവരാണ് നമ്മൾ ആടിയും പാടിയും തമർത്ത ഗായകന്മാർ. അപ്പോൾ താങ്ക് യു ബ്രോ. ഞാൻ ചാനൽ ലിങ്ക് അയച്ചു ഞങ്ങൾ വാട്സപ്പ് നമ്പർ. അങ്ങനെ ഇന്നത്തെ യാത്രയോടെ കഴിഞ്ഞിട്ടോ നമ്മുടെ ടീംസൊക്കെ ബിരിയാണി. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലേക്ക് അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ വീണ്ടും കണ്ടുവരാൻ എല്ലാവർക്കും ബൈ.